എന്നിട്ട് അതിലൊരു പങ്കുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വീണ്ടും ഉദയാസ്തമന പൂജ നടത്താനും പടിപൂജ നടത്താനും മകരവിളക്കിന് ലക്ഷങ്ങൾ സംഭാവന നൽകാനും ഒക്കെ ആയിട്ട് ആ രുദ്രാക്ഷമാലയും പുണൂലുമൊക്കെ അണിഞ്ഞ് ശബരിമല സന്നിധാനത്ത് വന്ന് ആള് ചമഞ്ഞ് നിന്നേനെ ഇപ്പോൾ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ കള്ളൻ. അത്രയും വലിയ മോഷണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നത്. മാത്രമല്ല അതിനെല്ലാം ഒത്താശ ചെയ്തിരിക്കുന്നു 2019 മുതലുള്ള ദേവസ്വം ബോർഡുകളും അവിടുത്തെ അയ്യന്റെ സ്വത്ത് കാത്തു രക്ഷിക്കാൻ. അവിടെയൊക്കെ പറയുന്നത് ഞങ്ങളാണോ ഇതിന്റെ ഉത്തരവാദികൾ, ഞങ്ങൾ മാത്രമാണോ ഇതിന് ഉത്തരവാദികളെന്ന്. ഞങ്ങൾ ഉത്തരവാദികളാണ് എന്നാണ് പറയേണ്ടത്. കാരണം ഇത്രയും വലിയ അനന്ത് സൂചിപ്പിച്ച പോലെ ഇത് ഇപ്പോഴും പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ദ്വാരപാലക ശില്പങ്ങൾ പാളികൾ ഇങ്ങനെ ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. പല ധനികരുടെയും പണം ഇയാൾ പിടുങ്ങി അത് കുറച്ച് സ്വർണ്ണത്തിൽ പൊതിഞ്ഞിവിടെ കൊണ്ടുവരും, വീണ്ടും സ്വർണ്ണം മങ്ങി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിഡ്ഢികളായി മാറുന്നത് അവിടെ എത്തുന്ന ഭക്തരാണ്, ലക്ഷോപലക്ഷം വരുന്ന ഭക്തരാണ്. അവിടെ കാണുന്ന ഒരു മണി പോലും, അവിടെ നിന്ന് കിട്ടുന്ന ഒരു തേങ്ങാപ്പൂള് പോലും എത്ര പവിത്രമായിട്ടാണ് ശബരിമല സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തൻ കാണുന്നത്. ആ ഭക്തന്റെ ഹൃദയത്തെ വഞ്ചിക്കുന്ന നീചമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരൊറ്റ ആൾ വിചാരിച്ചാൽ ഇത്രയും വലിയ തട്ടിപ്പൂഴൻ ശബരിമലയിൽ കാട്ടിക്കൂട്ടാമെന്ന് ആരും വിചാരിക്കില്ല. അതിന് കൃത്യമായ ചരട് വലിക്കാനും നിയന്ത്രണം വഹിക്കാനും അല്ലെങ്കിൽ പല ഇടങ്ങളിലേക്ക് വഴി നയിക്കാനും ഒക്കെ കൃത്യമായ ആളുകളുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 40 ദിവസം പോയ ചെമ്പുപാളി 40 ദിവസം എടുത്തു തിരിച്ചു വരാൻ അല്ലെങ്കിൽ ചെന്നൈയിൽ എത്താൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം പോലും ഉണ്ടായില്ലേ? കുറെ ബാബുമാരും ഒക്കെ ഉണ്ടല്ലോ അനന്തൻ. നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി പുറത്തു വിട്ടിരിക്കുന്ന ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഇതെല്ലാം ഒരുക്കാൻ പറ്റും എന്നാണല്ലോ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത്. അവിടെ വന്നു ചെമ്പുതകടുകൾ അല്ലെങ്കിൽ സ്വർണ്ണം പൂശിയ ചെമ്പുതകടുകൾ വന്നു, അത് ഉരുക്കി അതിൽ നിന്ന് സ്വർണ്ണം വേർതിരിച്ചെടുത്തു എന്നൊക്കെയാണല്ലോ. 2025 ദ്വാരപാലക ശില്പങ്ങളിലെ തകടുകളിൽ സ്വർണ്ണം പൂശുന്നതിനുള്ള സന്നദ്ധ ഉണ്ണികൃഷ്ണൻ പോറ്റി രേഖാമൂലം തിരുവാഭരണ കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ 2025 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം പൂശാനുള്ള സന്നദ്ധത ഉണ്ണികൃഷ്ണൻ പോറ്റി രേഖാമൂലം തിരുവാഭരണ കമ്മീഷണർക്ക് നൽകുന്നു. തുടർന്ന് 30/7/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിൽ നിലവിലെ, അതായത് 30/7/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിൽ നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയതിനാൽ അത് നീക്കം ചെയ്ത് പ്രസ്തുത സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ സ്വർണം പൂശിയതിനാൽ അത് സ്മാർട്ട് ക്രിയേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു അറിവുള്ളതിനാൽ ആയതുകൊണ്ടാണ് അപ്രകാരം എഴുതിയതും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടതുമെന്ന് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു. അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ വ്യക്തമായി ബോർഡിനെ അറിയിച്ചിരുന്നു. ഇപ്പോൾ 2019 സ്വർണം പൂശിക്കൊണ്ട് വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി അവരുടെ പക്കലില്ല എന്ന് തിരുവാഭരണ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ അന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ 2025 ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കില്ലേ? ദേവസ്വം ബോർഡിന് പങ്കില്ലേ? അതായത് 30/7/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിൽ നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയതിനാൽ അത് നീക്കം ചെയ്ത് പ്രസ്തുത സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിലില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ സ്വർണം പൂശിയതിനാൽ അത് സ്മാർട്ട് ക്രിയേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു അറിവുള്ളതിനാൽ ആയതുകൊണ്ട് അപ്രകാരം എഴുതിയതും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടതെന്ന് തിരുവാഭരണം കമ്മീഷണറുടെ മൊഴിയും പറയുന്നു. അപ്പോൾ തിരുവാഭരണം കമ്മീഷണർ 2025 വീണ്ടും ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആ തിരുവാഭരണം കമ്മീഷണർ ബോർഡിനോട് പറഞ്ഞു, ഇത് സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവർക്ക് ഒരിക്കൽ സ്വർണം പൂശിയ ആ പാളിയിൽ വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി ഇല്ല, അതുകൊണ്ട് പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശുകയോ അതല്ലെങ്കിൽ അതിന്റെ തിളക്കം മെച്ചപ്പെടുത്തിയെടുക്കുകയോ അറ്റകുറ്റപ്പണിയോ ചെയ്യണമെന്നാണ് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞത്. അതിനെ മറികടന്നിട്ടാണ് ഈ 2025 ദേവസ്വം ബോർഡ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ 2025 പകരം ഈ 2019 തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ശബരിമല തന്ത്രിയുടെ അഭിപ്രായക്കുറിപ്പ് പരിശോധിച്ചതിൽ ദ്വാരപാലകരിലും തെക്കും വടക്കും മൂലകൾ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കി വെക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് എന്ന് ശബരിമല തന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശബരിമല തന്ത്രി സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ശ്രീ മുരാരി ബാബു വെറും ചെമ്പ് തകിടുകൾ എന്ന് എഴുതിയാണ് ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെ വെറും ചെമ്പ് തകിടായി മാറി? അതിന് ആരാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ ഇദ്ദേഹവും കൂടി കൃത്യമായി ഡീൽ ചെയ്ത പരിപാടിയാണോ? ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടാണ്. അപ്പോൾ പോറ്റി, മുരാരി ബാബു, അങ്ങനെ ഒരു വലിയ വലയം ആ സന്നിധിയെ, അതിന്റെ കീർത്തി, അതിന്റെ വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടി ചുറ്റും നിന്നിരുന്നു എന്ന് വ്യക്തമാണ് ഈ റിപ്പോർട്ടിൽ. ദിവിഷേ, ഇനി ബാക്കി വായിക്കാം.
അതായത് ഇനിയുണ്ട്. അപ്പോൾ 2025 വീണ്ടും 2019 സ്വർണം പൂശിക്കൊണ്ടുവച്ച ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം കമ്മീഷണർക്ക് കത്ത് നൽകുന്നു. അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ പറയുന്നു, നമുക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് കൊടുത്തുവിടാൻ കഴിയില്ല, കാരണം അവർക്ക് ഒരിക്കൽ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി അവർക്കില്ല. അതുകൊണ്ട് പരമ്പരാഗത രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മതി എന്നാണ് തിരുവാഭരണം കമ്മീഷണർ അറിയിച്ചത് എന്നാണ് ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എൻട്രി. അങ്ങനെ വിടാൻ പറ്റുമോ? അങ്ങനെ ഒരു തിരുവാഭരണം കമ്മീഷണർ ബ്ലോക്ക് ചെയ്താൽ ഇത് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? കൊള്ള നടത്തണ്ടേ? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഇടപെടുന്നു. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവാഭരണം കമ്മീഷണറെ വിളിച്ചപ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ നേരത്തെ സ്വർണം പൂശിയതിനാൽ ഇത് ചെയ്യാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കത്ത് ദേവസ്വം ബോർഡിന് എഴുതിയ, അതായത് തിരുവാഭരണം കമ്മീഷണർ ഒബ്ജക്ഷൻ എഴുതി ദേവസ്വം ബോർഡിന് എഴുതിയ കത്ത് എങ്ങനെയാണ് മൂന്നാമതൊരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുകയാണ് തിരുവാഭരണം കമ്മീഷണർ ഒബ്ജക്ഷൻ വെച്ചിരിക്കുന്നു, 2025 ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ ദേവസ്വം ബോർഡിലല്ല ബന്ധപ്പെടുന്നത്, പ്രസിഡന്റിനെ അല്ല വിളിക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണറെ നേരിട്ട് വിളിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചുകൊണ്ട്. മാത്രമല്ല അയാൾ വിശദീകരിക്കുകയാണ്, നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതിനാൽ ഇത് ചെയ്യാൻ കഴിയും. അതുമല്ല 2019 ചെയ്തപ്പോൾ 40 വർഷത്തെ വാറണ്ടി ഉള്ളതിനാൽ അവർ ചെയ്യും എന്ന് പറഞ്ഞു. അല്ല, അതാണ് ഈ 40 വർഷം എന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലയളവ് മുഴുവൻ ശബരിമലയെ ഇങ്ങനെ ഊറ്റി ജീവിക്കാമെന്ന് കരുതി ഉണ്ടാക്കിയ ഒരു കരാറാണെന്ന് വ്യക്തമാണ്. കാരണം 40 വർഷം ഉണ്ടെങ്കിൽ ഓരോ 3-4 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദ്വാരപാലക ശില്പ പാളിയും അല്ലെങ്കിൽ വാതിൽ പാളിയും ഒക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടുപോയാൽ മതിയല്ലോ. ഓരോ പോവിലും 50 ലക്ഷമോ 1 കോടിയോ എത്രയോ കോടികൾ. ഇത് ശബരിമലയിലെ 1 ഗ്രാം സ്വർണം എന്നത് നമ്മൾ ഈ കാണുന്ന 10,000 രൂപയല്ല. ശബരിമല സന്നിധിയിലുണ്ടായിരുന്ന സ്വർണത്തിന് ഭക്തർ വിശ്വാസികൾ കൽപ്പിക്കുന്ന മൂല്യം അതിനൊക്കെ എത്രയോ 10 മടങ്ങാണ്. അപ്പോൾ ഈ 40 വർഷം അങ്ങനെ സുഖിച്ചു വാഴുക, അയ്യപ്പന്റെ വിശ്വാസവും അയ്യപ്പന്റെ സ്വർണവും ഉപയോഗിച്ച് സുഖിച്ചു വാഴാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ആ ഗൂഢസംഘത്തിന്റെയും തന്ത്രമാണ് ഈ 40 വർഷ വാറണ്ടി. 40 വർഷം വാറണ്ടി ഉള്ളതിനാൽ അവർ അത് ചെയ്യുമെന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരെയാണ്? ദേവസ്വം തിരുവാഭരണ കമ്മീഷണറെ നേരിട്ട് വിളിച്ച്. തുടർന്ന് 8/8/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിലേക്ക് കത്ത് നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണത്തിന് ശേഷം 8/8/2025 ഇതെല്ലാം ഈ കൊല്ലമാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ആ കത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വകയായതിനാൽ ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന പക്ഷം കരുതലോടെയാകണമെന്നും ശ്രീകോവിലിന്റെ കതക് കട്ടള എന്നിവ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് അറിയിച്ചിരുന്നു. ഒരു കാര്യം വ്യക്തമാണ് ദിവിഷയത്തിൽ നിന്ന്, ഈ വാചകത്തിൽ നിന്ന്, ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ ഈ വാചകത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 2019 ശബരിമല സന്നിധാനത്ത് എന്ത് കൊള്ളയാണോ നടന്നത് അതിന്റെ അതേ മാതൃകയിൽ അതിന്റെ അതേ ഡ്യൂപ്ലിക്കേഷൻ 2025 സംഭവിച്ചിരിക്കുന്നു. അതായത് 2019 നമുക്കറിയാം ശബരിമല സന്നിധാനത്ത് നിന്ന് കട്ടളയ്ക്ക് കേടുപാട്, വാതിലിന് കേടുപാട്, അങ്ങനെ അത് രണ്ടും കടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പെന്നത് സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നു. 2025 കൊടുത്തിരിക്കുകയാണ് കത്ത്. കട്ടളപ്പാളിയിലും വാതിലിനും കേടുപാടുണ്ട്. സ്വർണ്ണപ്പാളിയിൽ, അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് പാളിയിൽ കേടുപാടുണ്ട് എന്ന് 2025 കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇത്തവണയും 2019 പോലെ തന്നെ വാതിൽ കടത്തുക. അതായത് 2019 പുതിയതായി കൊണ്ടുവച്ച വാതിലാണ് നശിച്ചതെന്ന് ആലോചിക്കണം, 2019 പുതിയതായി കൊണ്ടുവച്ച കട്ടളപ്പാളിയാണ് നശിച്ചതെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് രണ്ടും കടത്തുക, അതിന്റെ കൂടെ ദ്വാരപാലക പാളികളും 2025 കൊണ്ടുപോകാൻ ശ്രമം നടന്നു.